ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കഴിഞ്ഞ 9 വർഷക്കാലമായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം, പുരപ്പുറ സോളാർ, ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. പുരപ്പുറ സോളാർ പദ്ധതിയിലൂടെ KSEBക്ക് വലിയ കോടികളുടെ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടായത്. എന്നാൽ പിന്നീട് അത് ഉപഭോക്താക്കൾ തന്നെ വെച്ചുകൊള്ളട്ടെ എന്ന് തീരുമാനിച്ചു. എന്തുകൊണ്ടാണ് നേരത്തെ KSEB തന്നെ ചെയ്യുകയും പിന്നീട് അത് മാറ്റുകയും ചെയ്തെന്ന് മനസ്സിലാകുന്നില്ല. ഈ പുരപ്പുറ സോളാർ പദ്ധതി ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പലപ്പോഴും ക്ലീനിങ് പോലും നടത്താൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഉൽപ്പാദനം വളരെ കുറയുന്നു. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ ഹൈഡ്രജൻ വാലി പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു സമഗ്രമായ പഠനം നടത്തിയിട്ടാണോ ഈ പദ്ധതിയിലേക്ക് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്? യെസ് മിനിസ്റ്റർ. ഇല്ല, ഹൈഡ്രജൻ പദ്ധതി ഇപ്പോൾ പുതിയൊരു ആശയം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സഹായിച്ച 4 സംസ്ഥാനങ്ങളിലേക്കുള്ളൂ. അത് കേരളത്തിനും കൂടിയിട്ടുണ്ട്. അത് പരിശോധിച്ച് പഠിച്ച ശേഷമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. പുരപ്പുര സോളാറിനെ കുറിച്ചുള്ള അപാകതകൾ പരിഹരിക്കാൻ അതിൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ച് അതിനെക്കുറിച്ച് വളരെ ഗൗരവമായി ആലോചിക്കുന്നു.